നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പത്തിൻ്റെ കൂടിയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഫിഷ് മോളിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് ആവോലിയോ അതല്ലെങ്കിൽ കരിമീനോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂണാണ് കേട്ടോ. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ലെമൺ ജ്യൂസിന് പകരമായിട്ട് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും കൂടുതൽ നല്ലത് തന്നെയാണ്. നമ്മൾ മീൻ കറി വെക്കുമ്പോൾ മീനൊക്കെ ഒന്ന് പൊട്ടി പോവാതിരിക്കാനാണ് കേട്ടോ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ ഒരു സവോള, ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞത്, ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ. 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമ്മൾ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഒരു ഹാഫ് കുക്കായാൽ മതി കേട്ടോ. ഇതൊക്കെ നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് തോന്നില്ല. പക്ഷേ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇപ്പം ഒരു സൈഡൊക്കെ ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്യുക. ഇപ്പോൾ 2 സൈഡും ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിമിൽ ലോയിലോട്ട് വെക്കാം. ഇനി നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ മസാലകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറിക്ക്. ആദ്യം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്കായാണ്. ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 അല്ലി വെളുത്തുള്ളി വലിപ്പത്തിലുള്ളതാണ്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയേക്കാളും കുറച്ചും കൂടി കൂടുതൽ അളവിൽ ഇഞ്ചി എടുക്കുക, ഒരു ചെറിയ കഷ്ണം തന്നെ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക്. അപ്പം ഈ ഒരു കറിക്ക് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാത്രം വന്നാൽ മതി കേട്ടോ. സവോളയൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമുക്ക് വെള്ള കളറിലുള്ള ഫിഷ് മോളിയാണ് വേണ്ടതെങ്കിൽ മഞ്ഞൾപ്പൊടി അവോയ്ഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 2-ാം പാല് ചേർത്ത് കൊടുക്കുക. 2-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു കറിയിൽ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ആ തക്കാളി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. ഇപ്പം നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് പുളിയുള്ള ടൈപ്പാണ് വേണ്ടതെങ്കിൽ കുടംപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയത്തിൻ്റെയും ലോയിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒരുപാട് ഇളക്കി കൊടുക്കരുത്, മീനൊക്കെ പൊട്ടിപ്പോവും. ഗ്രേവിയുടെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേവി ടൈപ്പ് ആണോ അതല്ലെങ്കിൽ നന്നായിട്ട് കുറുകിയ ടൈപ്പാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് നമുക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമ്മൾ 1-ാം പാല്, അതായത് തൻപാല് ചേർത്ത് കൊടുക്കുന്നു. തൻപാല് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിക്കരുത്. ഒന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതി.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.